ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡെയിലി മലയാളത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ആദ്യമായി നോക്കുന്നത് പര്യായ പദങ്ങളാണ്. കഴിഞ്ഞ ദിവസം വനം പഠിച്ചു, ഈ വിപരീത പദങ്ങളും പഠിച്ചു. ഇന്ന് നമ്മൾ ഈ രണ്ട് പര്യായ പദങ്ങൾ പഠിക്കുന്നു. ഗൃഹം. ഗൃഹം എന്ന് വെച്ചാൽ വീടാണ്, ഭവനമാണ് ഗൃഹം. ആലയമാണ്, ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്. ഗൃഹം, ഭവനം, വീട്, ആലയം. ഇനി ഗേഹം എന്ന് പറയാം, ഗൃഹം തന്നെയാണ് വാക്കുകൾ അല്ലെ, ഗേഹം. സദനം എന്ന് പറയാം, വേശ്മം എന്ന് പറയാം. ഗൃഹം, ഭവനം, വീട്, ആലയം, ഗേഹം, സദനം, വേശ്മം. അപ്പൊ ഒരിക്കൽ കൂടി: ഗൃഹം, ഭവനം, വീട്, ആലയം, ഗേഹം, സദനം, വേശ്മം. ഇനി ഇലയുടെ പര്യായ പദങ്ങൾ എന്തൊക്കെയാണ്? ഇല, പത്രം, ശതനം, ദലം. പത്രം, അപ്പൊ ഇല, അപ്പൊ നമുക്ക് പാത്രം ഇല്ലെങ്കിൽ നമ്മൾ ഇലയെ കഴിക്കത്തില്ലേ? അപ്പൊ പത്രം, ഇല. ഇല, പത്രം. ചതനം, ദലം. ചതനമുണ്ട്, ദലം. ചതനം, ദലം. അപ്പൊ ഇല, പത്രം, ദലനം, പത്രം, ദലം, ചതനം. പത്രം, ദലം, ചതനം. ഒറ്റപ്പദമാണ്. പുരാണത്തെ സംബന്ധിച്ച് പൗരാണികം. പൗരാണികം. ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് ഔദ്യോഗികം. ഔദ്യോഗികം. പ്രദേശത്തെ സംബന്ധിച്ച് പ്രാദേശികം. പ്രാദേശികം. കണ്ടോ, ഇവിടെ ശീനൊന്നും ഇട്ടില്ല, പ്രാദേശികം. വ്യക്തമായി വാക്കുകളുടെ ആ ഒരു സ്പെല്ലിംഗ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് നോക്കുക. അക്ഷരശുദ്ധി വരുത്തിയാണ് എഴുതേണ്ടത്. പുരാണത്തെ സംബന്ധിച്ച് പൗരാണികം, ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് ഔദ്യോഗികം, പ്രദേശത്തെ സംബന്ധിച്ച് പ്രാദേശികം. ഇനി പഠിക്കാനുള്ള ആഗ്രഹം ഒറ്റപ്പദ പി പഠിഷയാണ്. പഠിക്കാനുള്ള ആഗ്രഹം പി പഠിഷ. അറിയാനുള്ള ആഗ്രഹം ജിജ്ഞാസ. പറയാനുള്ള ആഗ്രഹം വിവക്ഷ. പഠിക്കാനുള്ള ആഗ്രഹം പിപഠിക്ഷ, അറിയാനുള്ള ആഗ്രഹം ജിജ്ഞാസ, പറയാനുള്ള ആഗ്രഹം വിവക്ഷ. വിവക്ഷ. പുരാണത്തെ സംബന്ധിച്ച് പൗരാണികം, ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് ഔദ്യോഗികം, പ്രദേശത്തെ സംബന്ധിച്ച് പ്രാദേശികം. പഠിക്കാനുള്ള ആഗ്രഹം പിപഠിഷ, അറിയാനുള്ള ആഗ്രഹം ജിജ്ഞാസ, പറയാനുള്ള ആഗ്രഹം വിവക്ഷ. അടുത്തത് ആരണ്യം എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? കാട്. ആരണം എന്ന് വെച്ചാലോ വേദം. വേദങ്ങൾ പഠിക്കത്തില്ലേ? ഋഗ്വേദം, അഥർവവേദം, സാമവേദം, യജുർവേദം. അപ്പൊ വേദമാണ് ആരണം. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് വനം. കാനനം, ആരണ്യം, ഗഹനം, അടവി, വിപിൻ അല്ലെ. അപ്പൊ ആരണ്യം കാടാണ്, എന്നാൽ ആരണം ആണെങ്കിൽ അത് വേദമാണ്. നമ്മൾ അർത്ഥ വ്യത്യാസങ്ങളാണ് നോക്കുന്നത്. നക്ര എന്ന് വെച്ചാൽ മൂക്ക. നക്രം. എന്ന് വെച്ചാൽ മുതല. എന്ന് പറഞ്ഞ തിന്നുകളയും മുതലയാണ്. കേകി, മയില. അപ്പൊ ആരണ്യം കാട്, ആരണം വേദം. നക്ര മൂക്ക്, നക്രം മുതല, കേകി മയില. കേകി മയില. ഭഗീരഥ പ്രയത്നം കഠിന പരിശ്രമമാണ്. ഭഗീരഥ പ്രയത്നം എന്ന് വെച്ചാൽ വളരെ കഷ്ടപ്പെട്ട്, വളരെ ഹാർഡ് വർക്ക് ചെയ്യുകയാണ്. തലയിൽ കയറ്റുക എന്ന് വെച്ചാൽ അമിതമായി ലാളിക്കുകയാണ്. അമിതമായി ലാളിക്കുകയാണ്. മേനി പറയുക എന്ന് വെച്ചാൽ, മേനി എന്ന് വെച്ചാൽ ശരീരമാണ്, പക്ഷെ മേനി പറയുക മീൻസ് വലിപ്പം പറയുക. വലിപ്പം പറയുക. അപ്പൊ എന്തൊക്കെ പഠിച്ചു? ഭഗീരഥ പ്രയത്നം, കഠിന പരിശ്രമം, തലയിൽ കയറ്റുക, അമിതമായി ലാളിക്കുക, മേനി പറയുക, വലിപ്പം പറയുക. ഇത് നമ്മള് നമ്മുടെ കഥകളിലേക്ക് പോവുകയാണ്, ആത്മകഥകളിലേക്ക് പോവുകയാണ്. എന്റെ ജീവിതകഥ എഴുതിയത് AK ഗോപാലൻ. AKG ആണ് എന്റെ ജീവിതകഥകൾ. ഉണ്ട് AK ഗോപാലനിൽ. അപ്പൊ എന്റെ ജീവിത കഥ. എന്റെ കഥ എഴുതിയത് മാധവിക്കുട്ടിയാണ്. മാധവിക്കുട്ടി എന്റെ കഥയാണ് ആത്മകഥ എന്ന് പറഞ്ഞു. ആത്മകഥയാണ് എന്റെ കഥ. എന്നിട്ട് പറഞ്ഞു എന്റെ കഥ എന്ന് പറയുന്നത് എന്റെ കഥയല്ല, എന്റെ വെറും ഒരു കഥ മാത്രമാണ്. അതായത് ഈ ആത്മകഥ എഴുതി വെച്ചപ്പോ ഒരുപാട് പേര് വിവാദങ്ങളുമായി, ഇവർ മരിക്കുമെന്നുള്ള ധാരണയിലാണ് ഇത് എഴുതിയത്. പക്ഷെ അതീവ അത്ഭുതകരമായി ഇവർ രക്ഷപ്പെട്ട് ആ രോഗത്തിൽ നിന്ന് വീണ്ടും ജീവിതത്തിലേക്ക് വന്നു. അപ്പോഴത്തേക്ക് ഭയങ്കരമായ വിവാദം. അപ്പൊ പറഞ്ഞു എന്റെ കഥ എന്തല്ല, എന്റെ കഥയല്ല, എന്റെ ആത്മകഥയല്ല, ഇത് എന്റെ വെറും കഥയാണ്. എന്റെ ഒരു ഞാൻ എഴുതിയ ഒരു സ്റ്റോറി മാത്രമാണ്, ഭാവനയാണെന്ന് പറഞ്ഞു. പക്ഷെ അതൊരു ആത്മകഥയാണ്, മാധവിക്കുട്ടിയുടെയാണ് എന്റെ കഥ. ജീവിത സ്മരണകൾ EV കൃഷ്ണപിള്ള. EV കൃഷ്ണപിള്ള. എന്റെ ജീവിത സ്മരണകൾ മന്നത പത്മനാഭൻ. അപ്പൊ ജീവിത സ്മരണകൾ EV കൃഷ്ണപിള്ളയാണ്. എന്റെ ജീവിത സ്മരണകൾ മന്നത്ത് പത്മനാഭനാണ്.
എന്റെ നാടക സ്മരണകൾ PJ ആന്റണി, ജീവിത സമരം C കേശവൻ. അപ്പൊ എന്റെ ജീവിതകഥ അത് AK ഗോപാലൻ, എന്റെ കഥ മാധവിക്കുട്ടി, ജീവിത സ്മരണകൾ EV കൃഷ്ണപിള്ള, എന്റെ ജീവിത സ്മരണകൾ മന്നത്ത് പത്മനാഭൻ, എന്റെ നാടക സ്മരണകൾ PJ ആന്റണി, ജീവിത സമരം C കേശവൻ. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് മലയാളത്തിന്റെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാവർക്കും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ.